ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഒരുപാട് ദിവസത്തെ അവധിക്ക് ശേഷം സ്കൂൾ വീണ്ടും റീഓപ്പൺ ചെയ്തു. ഇത്തിരി മടിയോടെ ആണെങ്കിലും നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ സ്കൂളിൽ ക്ലാസ്സിലിരിക്കാനും അതുപോലെ പാഠങ്ങൾ പഠിക്കാനും ശ്രദ്ധിക്കാനും എല്ലാത്തിനും മടിയായിരിക്കും അല്ലേ. ഇങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ നമുക്കറിയാം. അറിയാഞ്ഞിട്ടൊന്നുമല്ല, ക്രിസ്മസ് എക്സാമിന് നല്ല പണി കിട്ടും. കാരണം ഓണപരീക്ഷയ്ക്ക് നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാവരുടെ കാര്യമല്ല, നിങ്ങളുടെ മാർക്ക് എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം എല്ലാ ഓവറോൾ പെർസെൻറ്റേജ്, ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10 സബ്ജക്റ്റിൻ്റെയും ഓവറോൾ പെർസെൻറ്റേജ് 100-ൽ എത്രയാണ്, നിങ്ങൾ എത്രത്തോളം മാർക്ക് നേടിയിട്ടുണ്ടെന്നുള്ളത്, 100% എത്ര ശതമാനമാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരുടെ കാര്യമല്ല, മിക്കവാറും മെജോറിറ്റി കുട്ടികൾക്കും ഇത്തവണത്തെ ഓണപരീക്ഷ വളരെയധികം ടഫായിരുന്നു. കാരണം എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് ആദ്യം അറിയാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് വന്നു. ക്രിസ്മസ് എക്സാമിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള എക്സാംസിലൊന്നാണ് ക്രിസ്മസ് എക്സാം. ഓണപരീക്ഷയെക്കാളും ആനുവൽ എക്സാമിനേക്കാളും ടഫായിട്ടുള്ള എക്സാമാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, വളരെ കുറച്ച് സമയം. നമുക്ക് പഠിക്കാനുള്ള സമയമില്ല. ക്ലാസ് വർക്കിംഗ് ഡേയ്സ് കുറവാണ് അല്ലേ, സ്കൂൾ വർക്കിംഗ് ഡേയ്സ് കുറവാണ്, പക്ഷേ ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെ ഓട്ടപ്പാച്ചിലായിരിക്കും ചാപ്റ്റർ തീർക്കാൻ, സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പോവുക അല്ലാതെ വേറെ വഴിയില്ല, അടുത്ത ചാപ്റ്റർ എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാം നല്ല ടഫാവുന്നുള്ള ആ ഒരു റിയാലിറ്റി ആദ്യം തന്നെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കണം. ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചുള്ള ടെൻഷനൊന്നുമില്ല. കാരണം നമ്മൾ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സയൻസ് സബ്ജക്റ്റിനൊക്കെ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു, വർക്ക്ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, PDF ക്ലാസ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് കിട്ടാൻ കനിയൊന്നല്ല അല്ലേ. നമ്മളൊന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റും. ഞാൻ A+ൻ്റെ കാര്യമല്ല പറയുന്നത്, ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ വിജയദശമി ഓഫർ ഇന്ന് അവസാനിക്കുകയാണ് അല്ലേ, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിനും അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ആനുവൽ എക്സാമിനും അല്ലേ, നമുക്ക് ഫുൾ മാർക്കിനെ സെറ്റാക്കണം. എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓഫർ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.